ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. വർഷങ്ങളായി ലൈസൻസ് പോലും ഇല്ലാതെ പലിശയ്ക്ക് പണം നൽകി ആൾക്കാരെ പിഴിഞ്ഞു ജീവിക്കുന്ന സത്യഭാമയെ പോലുള്ളവരെ വിശുദ്ധതയുടെ മാലാകപ്പെട്ട് അണിയിക്കാൻ ശ്രമിക്കുകയാണ് ഡിഫൻസ് വക്കീല്. ബഹുമാനപ്പെട്ട കോടതിയുടെ അറിവിലേക്കായി എന്റെ കക്ഷിയെ വിസ്തരിക്കാൻ എനിക്ക് അനുവാദം തരണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. യു പ്രൊസീഡ്. എന്താണ് സത്യഭാമ ചെയ്യുന്നത്? എന്താണ് സത്യഭാമയുടെ ജോലി? വീട്ടിൽ പലഹാര യൂണിറ്റ് ഉണ്ട്. വീട്ടിലിരുന്ന് പലഹാരം ഉണ്ടാക്കി ബേക്കറികളിലും കടകളിലും കൊണ്ട് കൊടുക്കും. കാറ്ററിംഗ് സർവീസും ഉണ്ടായിരുന്നു. ഇങ്ങനൊരു ജോലി നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? മരുമകൾ കളക്ടറല്ലേ? സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുമ്പോ കിട്ടുന്ന സുഖവും സന്തോഷവും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുമ്പോ കിട്ടില്ലല്ലോ. ചെറുപ്പകാലം മുതൽ ഇങ്ങനെയൊരു ശീലം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കോടതി, എന്റെ കക്ഷിയുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിനായി 2 സാക്ഷികളെ കൂടി വിസ്തരിക്കാനുള്ള അനുമതി തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർ റൂൾ. യു പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. PW1, PW2 എന്നിവരെ വിറ്റ്നസ് ലിസ്റ്റിൽ രേഖാമൂലം അറിയിച്ചിട്ടുള്ളതാണ് യുവർ ഓണർ. PW1 സുമോത്തമൻ നായർ മകൻ വിജയൻ നായർ. ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ. ദൈവം സാക്ഷിയായി കോടതി മുൻപാകെ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എന്താണ് പേര്? വിജയൻ നായർ. എന്താണ് ജോലി? ഞാൻ വെട്ടൂർകോണം പഞ്ചായത്ത് സെക്രട്ടറിയാണ്. ആ നിൽക്കുന്ന സ്ത്രീയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഉണ്ട്. എങ്ങനെ പരിചയമുണ്ട്? പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കുടുംബ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി ഒരു ലോൺ സാങ്ഷനാക്കി തരുമോ എന്ന് ചോദിച്ചാണ് ഈ സത്യഭാമ എന്നെ സമീപിച്ചത്. ഇത് സത്യാമ്മ. നമസ്കാരം. സത്യാമ്മയ്ക്ക് കുടിൽ വ്യവസായം പോലെ പലഹാരങ്ങൾ പാക്കറ്റിലാക്കി വിൽപ്പന നടത്താൻ വേണ്ടി ഒരു യൂണിറ്റ് തുടങ്ങാൻ ധനസഹായം വല്ലതും കിട്ടുമെന്നറിയാനാ. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്. ഇവിടെ നടന്ന സംഭവ വികാസങ്ങൾ വെച്ച് നോക്കുമ്പോ എനിക്ക് ആ പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത്. കരിങ്കാലിയെ കന്മതമാക്കുക. പച്ച മലയാളത്തിൽ പറഞ്ഞ ആടിനെ നായയാക്കുക എന്ന് പറയും. ഇവരിൽ നിന്നും പലിശയ്ക്ക് പണമെടുത്ത് ഇവരുടെ ഭീഷണിയിൽ, ഇവരുടെ പ്രേരണയിൽ ആത്മഹത്യ ചെയ്ത കുട്ടിക്കൃഷ്ണൻ എന്ന ആളുടെ മരണം വെറൊരു സാധാരണ ആത്മഹത്യയായി മാറി, അല്ലെങ്കിൽ മാറ്റി. സത്യഭാമയിൽ നിന്നും പണം പലിശയ്ക്ക് എടുത്തിട്ടുള്ള മറ്റൊരു വ്യക്തി വിസ്തരിക്കാൻ എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ അനുവാദം വേണം. യു പ്രൊസീഡ്. PW3 തൊണ്ടിപ്പറമ്പിൽ ജനാർദ്ദനൻ മകൻ സോമശേഖരൻ. ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ. സാക്ഷിയായി കോടതി മുമ്പാകെ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എന്താണ് ജോലി? സബ് ഇൻസ്പെക്ടറാണ്. എത്ര കാശ് നിങ്ങൾ സത്യഭാമയിൽ നിന്നും പലിശ ഇനത്തിൽ വാങ്ങിയിട്ടുള്ളത്? 40,000. എത്ര രൂപ കൊടുത്തു? 10,000 രൂപ. എന്താ ബാക്കി കൊടുക്കാത്തത്? കൊള്ളപ്പലിശയാണ് ഈടാക്കുന്നത്. ഒരു ഇളവ് തന്നാൽ കുറേശ്ശെ അടച്ചു തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഫൻസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? യെസ് യുവർ ഓണർ. കാരണം സത്യവും
ധർമ്മവും നിലനിർത്തണം, സത്യം വധ ധർമ്മം ചര എന്ന് പറയേണ്ട ഉദ്യോഗസ്ഥനാണ് കോടതിക്ക് മുന്നിൽ വന്നു നിന്ന് നട്ടാൽ കിളിർക്കാത്ത ഈ നുണ പറയുന്നതെന്ന് ഓർക്കുമ്പോ ലജ്ജയാണ് തോന്നുന്നത്, ഒപ്പം സഹതാപവും. ഒരു പാവം സ്ത്രീയെ പലിശക്കാരി ആക്കി അടങ്ങൂന്ന് വാശി പിടിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഇറങ്ങിത്തിരിക്കുമ്പോ ഞാൻ എന്ത് പറയാനാ യുവർ ഓണർ? എത്ര കാശാണ് സത്യഭാമയിൽ നിന്ന് വാങ്ങിയത്? 40,000 രൂപ. ഇത് വാങ്ങിയെന്നതിന് എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല. എത്ര തുക തിരിച്ചു കൊടുത്തു? 10,000 രൂപ. അത് കൊടുത്തു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? അവരുടെ അക്കൗണ്ടിലേക്കോ UPI വഴിയോ അങ്ങനെ എന്തെങ്കിലും തെളിവ്? ഇല്ല.